ഇയ്യോബ് 42-2 ഇയ്യോബ് 42-2 നിന്റെ ഉദ്ദേശമെന്നും അസാധ്യമല്ലെന്നും നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമെന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. നിനക്ക് സകലവും കഴിയുമെന്നും കർത്താവിന് സകലവും കഴിയുമെന്ന് ഇയ്യോബിനറിയാം. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇയ്യോബിൻ്റെ നേരത്തെയുള്ള ആ കാര്യത്തെക്കാളിലും പിന്നുള്ള എല്ലാ കാര്യവും ഇയ്യോബിന് ശ്രേഷ്ഠമായി മാറിയെന്നാണ് പറയുന്നത്. ഇയ്യോബ് നിഷ്കളങ്കനും നീതിമാനുമായിരുന്നു. ഇയ്യോബ് തൻ്റെ ജീവിതത്തിൽ അനേക കഷ്ടതകൾ കണ്ടു വന്നപ്പോൾ ഇയ്യോബിൻ്റെ ഭാര്യ പറഞ്ഞു, ദൈവത്തെ ഇനിയും നീ എന്തിനു തള്ളിക്കളയില്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഇയ്യോബ് പറയുന്നത്, ദൈവം എഴുതി കർത്താവിന് സ്തോത്രം എന്ന് പറഞ്ഞു. ഇയ്യോബിനെ പിന്നെ ഇരട്ടിയായിട്ട് അനുഗ്രഹിച്ചെന്ന് നമ്മൾ വായിക്കുന്നത്. നിനക്ക് സകലവും കഴിയുമെന്നും യേശുവിന് സകലവും കഴിയും, ദൈവത്തിന് സകലവും കഴിയുമെന്ന് ഞാൻ അറിയുന്നു എന്ന് ഇയ്യോബ് പറയുന്നു. ഇയ്യോബ് തൻ്റെ ജീവിതത്തിൽ വരുന്ന ഓരോ കാര്യത്തിലും ഇയ്യോബ് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തൻ്റെ അവസ്ഥയിലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാണ് വായിക്കുന്നത്. നമ്മൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ? നമ്മുടെ കഷ്ടകാലത്തും ദൈവത്തെ വിളിച്ച് വീക്ഷിച്ചുകൊണ്ടിരിക്കേണ്ടിയിരിക്കുമ്പോൾ ഇയ്യോബിന് സകല ഇരട്ടിയായി കൊടുത്ത് ദൈവം നമുക്ക് ഇരട്ടിയായി നൽകി തരും. നിനക്ക് സകലം കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. പിന്നെ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പുണ്ടായിരുന്നൊക്കെ യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. ഇന്ന് നമ്മൾ വായിക്കുന്ന ഈ വാഗ്ദത്ത വചനം നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. ഞാൻ വായിക്കുന്ന അധ്യായം ഇയ്യോബ് 42 നിങ്ങൾ ഫുൾ ഒന്ന് വായിച്ച് നോക്കുമ്പോൾ ഇയ്യോബിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇയ്യോബിന് 3 സ്നേഹിതന്മാർ വന്ന് പറയുന്നു ഇയ്യോബിനോട്, ഇങ്ങനെയാണോ അങ്ങനെയാണോ, തള്ളിക്കളയല്ലോ, ദൈവത്തെ തള്ളിക്കള എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്നാൽ ഇയ്യോബ് പറയുന്നു, എന്നെ ദൈവത്തെ സ്നേഹിക്കുന്നു, എൻ്റെ ദൈവം എനിക്ക് ഇത്രത്തോളം ചെയ്ത ദൈവം എന്നെ വീണ്ടും സഹായിക്കും എന്ന് ഇരട്ടിയായി തരുമെന്നൊന്നും അല്ല പ്രാർത്ഥിച്ച്. തൻ്റെ ദൈവം എല്ലാം അറിഞ്ഞിരിക്കുന്നു, തൻ്റെ ദൈവം തനിക്ക് വേണ്ടി കരുതുമെന്ന് ഇയ്യോബിനറിയാം. ഇയ്യോബിൻ്റെ മക്കളെ എന്താണ് പറയുന്നത് അറിയാമോ? തൻ്റെ മക്കളുടെ മക്കളെ 4 തലമുറയോളം കണ്ടു. ഇങ്ങനെ ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണമായി മരിച്ചു. ഇയ്യോബിൻ്റെ കാലഘട്ടത്തിൽ ഇയ്യോബിന് സ്നേഹിതന്മാർ വന്ന് കുത്തി പറയും. ഇയ്യോബ് ഒന്നും തിരിച്ച് പറയുന്നില്ല എന്നാണ് പറയുന്നത്. അധ്യായം നിങ്ങൾ വായിക്കണം. വാക്യം എന്താണ്? ഇയ്യോബ് 42:2 നിനക്ക് സകലവും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ആമീൻ.